കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനമധുരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വസിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ സ്കോളാസ്റ്റിക്കായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയായിരുന്നു. ആദിമ സഭയിൽ ഒത്തിരിയേറെ ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും തൻ്റെ സഹോദരനായ വിശുദ്ധ ബെനഡിക്റ്റുമായ ഒരു വലിയ ആഴമായ ആത്മീയ ബന്ധം പുലർത്തി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, നമ്മുടെ ഉള്ളിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനും അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. നിയമത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ വ്യക്തത നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈശോയുടെ ഈശോ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ യഹൂദരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, അവരെല്ലാവരും കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്നു, അവരുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നു, ഒന്നിനും ഒരു തെറ്റുപോലും കൂടാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നവരാണ്. അപ്പോൾ എല്ലായിടത്തും CCTV വെച്ചിട്ടുള്ള പോലെ തന്നെ ഇവർ ആരെങ്കിലും ഈ നിയമങ്ങൾ തെറ്റിക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ ഈ ഒരു കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പാരമ്പര്യത്തിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ നിയമത്തിന് വിപരീതമായിട്ട് ഇവർ ജീവിക്കുന്നു എന്നുള്ളത് ഒരു കണ്ടുപിടിച്ച് ഈശോയുടെയും തൻ്റെ ശിഷ്യന്മാരുടെയും മേൽ കുറ്റമാരോപിക്കുക. അപ്പോൾ ഇവിടെ അവർക്കൊരു തിരുത്ത് നൽകി അവരെ കൂടുതൽ ബോധവാന്മാരാക്കുന്ന ഈശോയെയാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടത്. പക്ഷെ പറയുന്നൊരു കാര്യമാണ്, അതായത് ദൈവവചനവും പാരമ്പര്യവും ഒന്നും വളച്ചൊടിക്കാനുള്ള കാര്യമല്ല, മറിച്ച് നമ്മളെ കൂടുതൽ ദൈവാശ്രയ ബോധത്തിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കേണ്ടതാണ്. ദൈവം മനുഷ്യനെ ആദിയിൽ സൃഷ്ടിച്ച സമയം എല്ലാം സൃഷ്ടികർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ദൈവം പറഞ്ഞൊരു കാര്യം ഇതാണ്, എല്ലാം നന്നായിരിക്കണം, എല്ലാം വളരെ മനോഹരമായി. അതായത് ഏറ്റവും നല്ലൊരു അപ്രീസിയേഷൻ ആ സൃഷ്ടിയെ നോക്കി ദൈവം പറയുന്നുണ്ട്, മനുഷ്യനെ നോക്കി ഉള്ളത്. ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ദൈവം പുറമെയുള്ള കാര്യങ്ങളല്ല നോക്കിയിട്ടുള്ളത്. ദൈവം എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഉള്ളു പരിശോധിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ കണ്ടു കഴിഞ്ഞ് മനുഷ്യൻ്റെ പുറമെയുള്ള അപ്പിയറൻസിനേക്കാൾ കൂടുതലായിട്ട് അവൻ്റെ ഉള്ളു കണ്ടറിഞ്ഞിട്ടായിരിക്കണം ദൈവം പറഞ്ഞത് എല്ലാം നന്നായിരിക്കുന്നു.
നമ്മുടെ ഉള്ളിലെ ആ നന്മയും ആ ഒരു സ്നേഹവും നമ്മുടെ ഉള്ളിലെ സാധ്യതകളും ഒക്കെ ദൈവം തിരിച്ചറിഞ്ഞിട്ടാണ് ദൈവം പറഞ്ഞത് നന്നായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഒരു സാധ്യതകളെ മനുഷ്യൻ കൂടുതൽ അത് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നിയമത്തിൻ്റെയും പാരമ്പര്യങ്ങളുടെയും ഒക്കെ കെട്ടുകളിൽ കുടുങ്ങിപ്പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല, അതിനപ്പുറത്തേക്ക് അവൻ വളരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പാരമ്പര്യങ്ങളെ അവർ മുറുകെ പിടിക്കുന്നു, അവർ വളച്ചൊടിക്കുന്നു, നിയമങ്ങളൊക്കെ അവരുടെ ആവശ്യമനുസരിച്ചൊക്കെ അവർ തിരുത്തി മാറ്റാറുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മാറ്റി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടണമെന്നുള്ളത് അവരെ പഠിപ്പിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോഴും ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നായിരുന്നു ഓരോ പാരമ്പര്യങ്ങളും അവർ രൂപപ്പെടുത്തിയെടുത്തത്. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ പാരമ്പര്യങ്ങളുണ്ട്. ദൈവവചനമുണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല പാരമ്പര്യങ്ങളുമുണ്ട്. ചില നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് മാറ്റിയൊക്കെ വെക്കും, അല്ലാത്തതൊക്കെ നമ്മൾ പൊക്കി പിടിച്ച് നടക്കും. ഇതൊക്കെ നമ്മുടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, സ്നേഹത്തിലായിരിക്കുന്നത്, മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ആ ബഹുമാനം, അവരെ ആദരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ തലമുറകളായി നമ്മൾ സ്വീകരിച്ചു വന്ന നല്ല പാരമ്പര്യങ്ങളാണ്. പക്ഷെ ഇതിനൊക്കെ മാറ്റം വന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു ആഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്കൊക്കെ പലപ്പോഴും മാറിപ്പോകും. അവിടെയൊക്കെ ദൈവം നമ്മളെ തിരുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ നിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല ദൈവം നൽകിയ നിയമങ്ങളും പാരമ്പര്യങ്ങളും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി, നിൻ്റെ ജീവിതത്തിലെ സാധ്യതകളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു വലിയ മാർഗമായിട്ട് ഇതിനെ കാണണമെന്നുള്ളത് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതെ നന്മ ചെയ്യുന്നവരായി, മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് മാറുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.